നമസ്കാരം. എൻ്റെ മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലുകളിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ആക്ച്വലി ഞാൻ ദുബായിലിരിക്കുന്നു. ദുബായിലിരുന്ന് റിയാദിന് പോകുന്നു. മറ്റൊന്ന് എല്ലാവരെയും റിയാദിൽ നോക്കും. ഇന്ന് എന്താണ് മുഖ്യ വാർത്തകളെന്ന് നോക്കാം. ഇന്നലെ കയറിയത് ഇന്ന് ഇറങ്ങണം. ഇന്നലെ ഐ.ടി.നെ വെച്ച് മാർക്കറ്റിനെ കൂട്ടിയായിരുന്നു. ഇന്ന് മാർക്കറ്റിനായിട്ട് ധർമ്മ അടി അടിച്ചിരിക്കുന്നു. എല്ലാ ഐ.ടി സ്റ്റോക്കും 6.5% വിഴുന്നിരിക്കുന്നു രാവിലെ. എൻഡിലും അതുപോലെ തന്നെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഇൻഫർമേഷൻ വന്നിരിക്കുന്നു. ഇപ്പോൾ എന്നെക്കൊണ്ട് മാർക്കറ്റിനെ നോക്കാൻ പറ്റാത്ത കാരണം എന്നെക്കൊണ്ട് പറയാൻ പറ്റില്ല. ഗോൾഡ് വന്നിട്ട് മാർക്കറ്റ് ഫ്ലാറ്റായിരുന്നു. ഇന്ന് ഒരു ദിവസം മുഴുവനും മുകളിലും പോയില്ല, താഴെയും പോയില്ല. ഐ.ടി താഴെ വീഴുന്ന കാരണം ബാങ്കിങ് സ്റ്റോക്കിനെ വെച്ച് മുകളിൽ കയറ്റിയിരിക്കുന്നു. ഈ ലിമിറ്റിൽ തന്നെ ഇരിക്കുന്നു. 26,500 ഇന്നും ക്രോസ് ആയില്ല. 25,750, 25,700 ഇതിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇരിക്കുന്ന അപ്പർ എൻഡ്. ബഡ്ജറ്റ് ഫോമിലിരുന്ന് ഒരു 700 പോയിന്റ് മുകളിൽ കയറിയിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഫേവർഡ് സ്റ്റോക്ക് അതുപോലെ LICയുടെ ഫേവർഡ് സ്റ്റോക്ക് ഇന്നലെ 13% കയറിയിരിക്കുന്നു. ആ സ്റ്റോക്ക് തിരികെ താഴെ വീഴുവാണെങ്കിൽ മാർക്കറ്റ് തിരികെ താഴെ വീഴും. ആ ഫേവർഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ കയറാൻ്റെ മേജർ റീസൺ എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ അവർക്ക് കൊടുത്ത സമ്മൻസിന് ട്രംപ് വാപസ് വാങ്ങുമെന്ന് ഒരു ഹോപ്പാണ്. അമേരിക്കൻ ഡീൽ കാരണം ഇന്നലെ ഒരുപാട് സ്റ്റോക്കിൻ്റെ വില കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡീൽ എന്തെന്ന് പീയൂഷ് ഗോയൽ കൊണ്ടും പറയാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ നാഷണൽ ടിവിയിലൊപ്പം ഉണ്ടായിരുന്നു. അവരെ കൊണ്ടും പറയാൻ പറ്റുന്നില്ല. അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ്സ് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരെന്ത് പറഞ്ഞു എന്നാൽ ട്രംപ് മേക്കർ ഇന്ന് ഡീൽ ഇരിക്കുന്നു, നാളെ ഡീൽ ഇല്ല എന്ന് പറയും. സൗത്ത് കൊറിയയിലും അതാണ് ചെയ്തത്. $500 ബില്യൺ പറ്റിയുള്ള ക്ലാരിറ്റി ഇല്ല എന്നതും റേറ്റിനെ കയറ്റിയായിരുന്നു. നമുക്കും ആ $500 ബില്യൺ ഇരിക്കുന്നു. ഒരു വർഷത്തിൽ ഇന്ത്യയെ കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ആ $500 ബില്യൺ ഇടാൻ പറ്റില്ല. ദർ ഇസ് ലോട്ട് ഓഫ് ആംഗിറ്റി ഇൻ ദി ഡീൽ. അതുപോലെ തന്നെ റഷ്യൻ ഓയിലെയും നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ ആ 25% ടാക്സ് എന്താവും? റഷ്യൻ സ്ലോ റീ ടേപ്പർ എന്ന് പറഞ്ഞാൽ എത്രയും ദിവസത്തിലാണ് ഒരു ടേപ്പർ ആവും. അങ്ങനെ വെച്ചാൽ ലാസ് ആൻഡ് സോഫ്റ്റ് എന്ന് പറയുന്ന നമ്മളെ എയിൻ റിഫൈനറി വന്ന് ഇരിക്കുന്നു. SR റിഫൈനറിയെ നമ്മൾ ലാസ് ആൻഡ് സോഫ്റ്റിന് കൊടുത്തു. ആ റിഫൈനറിയുടെ ഗതിയും എന്താകും എന്ന ഒരു കാര്യം മേടിക്കുന്നു. ഇത് എല്ലാം ജനറലായിട്ട് മാർക്കറ്റിൽ പ്രഷറിനെ കൊടുക്കും. ഇന്നലെ വന്ന് ക്ലോസിൽ എല്ലാ സ്റ്റോക്കും വിടുങ്ങായിരുന്നു. നാസ്ഡാക്ക് 1.5% വിടുന്നു. എന്തെന്ന് വെച്ചാൽ AIPS എന്ന് പറയുന്നു. ഞങ്ങൾ മാർക്കറ്റ് ടേംസിൽ ആൻസൈഡ് ഡ്രൈവിംഗ് എന്ന് പറയും. ഇത് റിയൽ മിററിലാണ് എല്ലാം നോക്കാൻ പറ്റുന്നത്. ഇതാണ് കാരണമായിരിക്കുമോ? നമ്മൾ തന്നെ പറയുന്ന പോലെ സിറ്റുവേഷൻ വരുവാകും. എന്നാൽ നാസ്ഡാക്ക് വിടുന്നതിൻ്റെ കാരണം ഹാർഡ് ഇൻ ടു ദി മാർക്കറ്റ് എന്തെന്ന് വെച്ചാൽ ആന്ത്രപ്പി എന്ന കമ്പനി ഹൈടെക് ലീഗൽ സർവീസസ് AI ടൂൾ ചെയ്തിരിക്കുന്നു. ഇത് കാരണം ഒരുപാട് IT കമ്പനിക്ക് സർവീസസ് കമ്പനിക്ക് വ്യാപാരം കുറയും. അത് കാരണം ആ കമ്പനിയൊക്കെ ഇழுത്ത് മൂടേണ്ട സിറ്റുവേഷൻ വരും എന്നൊരു റൂമറുണ്ട്. അതിൻ്റെ മുമ്പത്തെ ആഴ്ച നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കത്തില്ല, ഗൂഗിൾ വന്നിട്ട് ഒരു സ്വിച്ചിൽ തന്നെ 3D വേൾഡിൻ്റെ അകത്ത് പോണത് പോലെ കാണിച്ചായിരുന്നു. അതൊരു 2 minutes ഡെമോ ആണ്. ആ ഡെമോയിൽ തന്നെ എല്ലാ ഗെയിനിങ് സ്റ്റോക്കും താഴെ വീഴുന്നായിരുന്നു. എൻ്റെ അനിയൻ പറഞ്ഞതുപോലെ അതുപോലെ എല്ലാവരും ആര് വേണമെങ്കിലും ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വന്നിട്ട് ഡേറ്റാ സെൻറ്ററിൽ ചിലവ് ചെയ്യണം. അങ്ങനെ അത് യൂസ് ചെയ്യാൻ ജനങ്ങൾ കാശ് തരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതോ ഒരു നീറ്റേക്ക് ആക്ഷൻ കാരണം അമേരിക്കയിൽ ഈ ഗെയിമിംഗ് സ്റ്റോക്കൊക്കെ വീഴുന്നായിരുന്നു. അതുപോലെ ഒരു ഗെയിമിംഗ് സ്റ്റോക്കിൽ വീഴുന്നതാണ് ഇത്. ഓവറാളെ നോക്കിയാൽ IT കോൺട്രാക്ട്സ് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് കാരണം IT സ്റ്റോക്ക് വീഴട്ട്. ഇന്ന് നിങ്ങൾ നല്ല നല്ല സ്റ്റോക്ക് നമ്മുടെ പത്താസ് ലിസ്റ്റിലിരുന്ന് കൺസിഡർ ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സൈഡസ് വെൽനസ്, സൈഡസ് ലൈഫ് സയൻസിൻ്റെ സബ്സിഡറി ഇത്ര ദിവസത്തിൽ 5% വിളിന്നിരിക്കുന്നു. അതിനെപ്പറ്റി തൊടാൻ നോക്കണ്ട. 61 times ഏർണിങ്സ് ആണ്. സൈഡസ് ലൈഫ് സയൻസസ് വേറെ, സൈഡസ് വെൽനസ് വേറെ. സൈഡസ് ലൈഫ് സയൻസസ് 4% വീഴുന്നില്ല. സൈഡസ് ലൈഫ് സയൻസസ് വീഴുന്നായിരുന്നു. തിരികെ അവിടെ നിന്ന് എണീച്ച് വന്നു. എന്താണ് റീസൺ നോക്കിയില്ല അവർ. ഈ ഒരു സൈഡ് മാർക്കറ്റ് പെട്ടെന്ന് താഴെ വീഴുവാണെങ്കിൽ ഇന്നൊരു സൈഡിൽ അത് കയറണം. അവരും ഗോൾഡിന് വിൽക്കാമോ, ഇതാണ് ഗോൾഡിൻ്റെ അവസാനമായെന്ന് ചോദിക്കുമ്പോൾ അടുത്ത് ഞാൻ എന്ത് പറഞ്ഞു? ചൈനക്കാരർ ബ്രേക്ക് ഇട്ടിരിക്കുന്നു, റിവേഴ്സ് ആകുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ മെഡ്രാസിൽ തിരിയുന്ന സമയം 5,000 ഇന്നലെ നൈറ്റ് ക്രോസ് ആയിരിക്കുന്നു. 22 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 14,900 എന്ന് പറയുന്നു. എറൗണ്ട് അബൌട്ട് 15,000 അടുത്ത് വന്നു. തിരികെ അത് ഇപ്പോൾ 16,000 കഴിഞ്ഞിട്ടുണ്ട്. ഗോൾഡിന് ഞാൻ പറഞ്ഞതുപോലെ 12,000 നിന്ന് 12,500 എന്നത് ഒരു ബേസ് ആക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ബേസിലിരുന്ന് അടിയിലിരിക്കുന്ന 10,000 ബേസ് ഭയങ്കര സ്ട്രോങ് ആയി കോൺക്രീറ്റ് പോലെ ആവും. ഒവ്വൊരു ഫോളും 12,500 പിയേഴ്സ് ചെയ്യാതെ എത്രയ്ക്കും അത് നമുക്കൊരു സ്ട്രോങ് ബേസാണ്. വെള്ളി വന്നിട്ട് ഭയങ്കര വോളറ്റൈലായിരിക്കുന്നു. സ്വർണ്ണം കയറുന്ന അത്രയും വെള്ളി കയറിയില്ല. ഇതൊക്കെ വളരെ വ്യക്തമായിട്ടിരിക്കുന്നു. സോ നമുക്ക് ഏതൊരു ബെറ്റിനും ഉടൻപെടാൻ പറ്റില്ല അമേരിക്ക ഡീൽ തീരുമെന്ന്. ജാനുവരി 1 ഇരുന്ന്
മൈക്കൽ മദന കാമരാജ് പടത്തിൽ പറഞ്ഞതുപോലെ കഥ കേട് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ന് പുലി വരുന്നോ അന്നാണ് ഗെയിം. നമ്മൾ പക്ഷേ ക്ലീനായി ഇതുപോലത്തെ സ്റ്റോക്കിന് 1-2 എന്ന് തട്ടിക്കൊണ്ടേയിരിക്കണം. നമുക്ക് എന്ന് വരുന്നോ അന്ന് ഗെയിനാണ്. ഇത് ചീപ്പായിരിക്കുന്ന സമയം ആ 1-2 നമുക്ക് എടുക്കാം. ഡോക്ടർ റെഡ്ഡി ആൻഡ് സിപ്ലയെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ, ഡോക്ടർ റെഡ്ഡി ആൻഡ് സിപ്ല വന്നിട്ട് റെവിൽമെന്റിനെ റീപ്ലേസ് ചെയ്യാൻ എന്തെങ്കിലും തേടണം എന്ന് പറയുന്നു. നമ്മൾ പറഞ്ഞതുപോലെ 15% ഡൗൺ ആകും എന്ന് മറ്റവരൊക്കെ പറയുമ്പോൾ എന്നാൽ പക്ഷേ ഡൗൺ ആകാതെ ഒരു പോസിറ്റീവ് സർപ്രൈസിൽ കൊടുത്തു. റെവൽമെന്റിന് ഡോക്ടർ റെഡ്ഡി ഒരുപാട് ഐഡിയാസ് വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നാൽ 1985 ഇരുന്ന് റെഡി ഇരിക്കുന്നു, പ്രോഫിറ്റബിളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ വേറെ പ്രോഡക്റ്റ്. സിപ്ലയും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നാറ്റ്കോയിന് അമേരിക്കയിൽ ഒരു ക്യാൻസർ ഡ്രഗിന് അപ്രൂവൽ കിട്ടിയിരിക്കുന്നു എന്ന് ന്യൂസ് വന്നിരിക്കുന്നു. മേ ബി മാർക്കറ്റ് ഇന്നലെ പുഷപ്പ് ചെയ്തിരിക്കാം. ഇരുന്നാലും അത് ഭയങ്കര കൺസിഡറേഷൻ ലിസ്റ്റിലിരിക്കുന്നു. ചീഫായിരിക്കുന്ന കാരണം നമ്മൾ അതിനെ എടുത്തോണ്ടേയിരിക്കാം. കടനില്ലാതെ കമ്പനി ഫാൾ ആകൂല. ഇത് നമ്മളെ പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ നമ്മൾ ITCയും വളരെ കൺസിഡർ ചെയ്യുന്ന റേഞ്ചിലാണ് ഇരിക്കുന്നത്. ഓവറാളെ നോക്കുമ്പോൾ ഇത് തന്നെ നമുക്കൊരു നല്ല ന്യൂസാണ്. PR ശേഷാദ്രി വിട്ടുകൊണ്ട് പോകണു എന്ന് പറഞ്ഞ ഉടനെ 16% വിളിന്നിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് 3% സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കയറിയിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് കല്യാൺ ജുവലേഴ്സ് താഴെ വീഴുന്നു. കടനായിട്ട് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. ഈ അമേരിക്കയിൽ ടാരിഫ് ഇല്ല. അമേരിക്കയിൽ തിരികെ ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യാം. ഇന്ത്യൻസ് അവിടെ ഇരിക്കുന്നവർ വാങ്ങുമെന്ന് പറയുന്നു. ടൈറ്റനും കയറിയിരിക്കുന്നു. നിങ്ങളടുത്ത് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈറ്റൻ ഓൾറെഡി ബാക്കപ്പ് പ്ലാൻ ചെയ്ത് ഇവിടെ ഡമാസ് എന്ന് പറയുന്ന കമ്പനിയെ വാങ്ങിയിരിക്കുന്നു. ഇത് കാരണം ടൈറ്റന് പുട്ട് കം ടു ഷോ. അവർക്ക് ഇന്ത്യയിൽ ഇരുന്ന് തള്ളണമെന്ന ആവശ്യമില്ല. ദുബായിൽ ഇരുന്ന് തള്ളും അവർ. ഇതുകൊണ്ട് ടൈറ്റൻ കയറുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ടൈറ്റൻ ലാബ് ഗ്രോ ഡയമണ്ട് പിന്നെ സിൽക്ക് സാരീസ് ഇതുപോലെ എന്തൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഇരിക്കുന്നു. അതുപോലത്തെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അവർ ടെൻഡക്കിൾസിനെ തള്ളുന്നു. വാച്ചിൽ സ്ട്രോങ് പൊസിഷൻ ഇരിക്കുന്നു. കണ്ണാടിയിൽ പതിയെ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. കണ്ണാടി എന്ന് പറയുന്നത് ഒരു ഹൈ മാർജിൻ പ്രോഡക്റ്റ് ആണ്. ലെൻസ് കാർട്ടിനെ പോലെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്ത് ചെയ്യണം എന്ന പ്രഷർ അവർക്കില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെൻഡക്കിൾസ് പോലെ ഓബ കൺസ്ട്രക്റ്റഡ് പാമ്പ് ഇരിക്കുന്നത് പോലെ പതിയെ ഇറങ്ങി സറൗണ്ട് ചെയ്യും. ഒരു ടൈറ്റിനെ പൊരുത്തം മട്ടിൽ നമുക്കതിൽ വിഷമം വേണ്ട. സൺ ജുവലറി എക്സ്പോർട്ട് ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നു. കസ്റ്റംസിലൊരു ബേസ് റേറ്റ് എന്നൊന്നിരിക്കും. ആ ബേസ് റേറ്റിലാണ് ഡ്യൂട്ടി ഇടും. ആ ബേസ് റേറ്റിനെ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് എന്ന ന്യൂസ് ഇപ്പോൾ വരുന്നു. ഇത് കാരണം ഡ്യൂട്ടി കുറയും എന്ന് പറയുന്നു. അത് കാരണം മേ ബി ഗോൾഡ് കുറയാം എന്ന് പറയുന്നു. ഈ കുറഞ്ഞത് ഫ്ലാറ്റൻ ചെയ്താണ് ഇന്ന് 14,900 വിൽക്കുന്നു. അഗസ്ത വെസ്റ്റ്ലാൻഡ് പല കേസിൽ വന്നകപ്പെട്ടിരുന്നു. കേസൊക്കെ തള്ളുപടിയായി. ഇപ്പോൾ A2 ഒപ്പം സൈൻ ചെയ്ത കാരണം, മാജിക് ബ്ലാങ്കറ്റ് കിട്ടിയ കാരണം ഇന്ത്യയിൽ A2 ചേർന്ന് ഹെലികോപ്റ്റർ ചെയ്യാം അങ്ങനെന്ന് പറഞ്ഞ് സാങ്ഷൻ കൊടുത്തിരിക്കുന്നു. ഒക്കെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെളിയിൽ വന്നിരിക്കുന്നു. ആ കേസൊക്കെ എന്താ എന്ന് പറയാൻ പറ്റില്ല. അഗാസ വെസ്റ്റ്ലാൻഡ് A2 ചേർന്ന് ഹെലികോപ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന ന്യൂസും നമുക്ക് വന്നിരിക്കുന്നു. ഇത് ഇന്ന് മാർക്കറ്റിലുള്ള ഒരു ബ്രോഡ് ന്യൂസാണ്. പല സ്റ്റോക്ക് നിങ്ങൾക്ക് ചീപ്പായി കിട്ടിയിരിക്കും. ഈ ചീപ്പായിട്ടുള്ള സ്റ്റോക്കിനെ നിങ്ങൾക്ക് എടുത്തിടാം. ഇതിൽ ആൾക്കാർ എന്ത് പറയുന്നു എന്നാൽ, ഓട്ടോ വന്നിട്ട് ഒരു പുതു ഹൈക്കിൽ പോയിരിക്കുന്നു. GST കട്ട് കാരണം ആദ്യത്തെ വോളിയം ഇൻഡിക്കേറ്റർ വന്ന് മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് എൻഫീൽഡാണ്. ഡബിൾ ഡിജിറ്റിൽ തന്നെ ഇരിക്കുന്നു. ഇതിനാലെ 14% എന്ന് പറയുന്നത് മറ്റേ കമ്പനിയോടൊപ്പം കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കുന്നു. ഇത് വന്നിട്ട് അത് പോകെ തന്നെ അറിയാൻ പറ്റും ഇത്രയും ദൂരം ബേസിൽ എത്രയാണ് വിൽക്കാൻ പോകുന്നതെന്ന്. ഇത് ഈ ബഡ്ജറ്റായിരിക്കട്ടും അല്ലെങ്കിൽ അമേരിക്കൻ വീലായിരിക്കട്ടും ഫണ്ടമെൻ്റലായിട്ട് ഒരു പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യൂല. ഫണ്ടമെൻ്റലായിട്ട് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസിൻ്റെ കയ്യിൽ കാശില്ല, കമ്പനിയിൽ ഏർണിങ്സ് ഇല്ല. ഈ പ്രാവശ്യം ഓൺ ടൈം ഏർണിംഗ് എന്ന് പറഞ്ഞു എല്ലാ കമ്പനിയിലും ലേബർ കോഡ് ഇട്ട് കോസ്റ്റ് പ്രോഫിറ്റ് ഇറങ്ങിയിരിക്കുന്നു. പ്രോഫിറ്റ് ഗ്രോ ആയില്ലെങ്കിൽ ഏർണിങ്സ് മൾട്ടിപ്പിൾ ഗ്രോ ആകത്തില്ല. ഓൾറെഡി നമ്മളെ സ്ഥലങ്ങളിൽ ഏർണിംഗ് മൾട്ടിപ്പിൾ എല്ലാം 40-40 മുകളിൽ ഇരിക്കുന്നു. എക്സെപ്റ്റ് ചില പാറ്റാസ് ലിസ്റ്റിനെ തവിര ഗ്രോത്ത് ഇല്ലെങ്കിൽ റെഡ്ഡി പോലെ ITC പോലെ താഴെ ഇറങ്ങണം. അതൊക്കെ ഇറങ്ങിയെങ്കിൽ പ്രഷർ ഭയങ്കരമായിട്ടിരിക്കും. പ്രശാന്ത് കുമാർ എടുത്ത് FBI ഫാർമ ഡയറക്ടർ പോയി പുതിയതായിട്ട് ഒരു ആളിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. വർഷത്തിനാണ്. അവരെങ്ങനത്തെ ആളെന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യക്ക് വന്ന് തന്നെ തിരികെ അവരെങ്ങനത്തെ ആള് എവിടെ നിന്ന് വന്നിരിക്കുന്നു, എന്ത് ചെയ്യും എന്നൊക്കെ എന്നോട് പറയാൻ പറ്റും. ഇപ്പോൾ യെസ് ബാങ്കിന് പുതു ഡയറക്ടർ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗോൾഡിലും റിലീഫ്, സ്റ്റോക്സിലും റിലീഫ്, പട്ടാസ് ലിസ്റ്റും ഇരിക്കുന്നു. ഓവറാളായിട്ട് എല്ലാം നല്ല പൊസിഷനിലിരിക്കുന്നു.
എന്താകുന്നു എന്ന് നമുക്ക് ക്ഷമയോടെ കാത്തിരുന്ന് നോക്കാം. ഗോൾഡ് വന്നിട്ട് $5,080 വരയ്ക്കും ട്രേഡായി. മെയിനായിട്ട് വന്ന് ചൈനയിൽ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്നു. സെൻട്രൽ ബാങ്കും അതിനെ വാങ്ങുന്നു എന്നാണ് എതിർനോക്കാൻ പാടുന്നത്. ഇന്നും കൺഫർമേഷൻ ഇല്ല. റിപ്പോർട്ട്സ് പറയുന്ന കല്യാണം ടൈറ്റനും 20% കയറുമെന്ന് പറയുന്നു. ഫണ്ടമെൻ്റലായിട്ട് കല്യാണിൽ ഒന്നും മാറിയില്ല. ഇപ്പോൾ വളരെ ലോയിലിരുന്ന് ജമ്പാകാൻ കുറേ ചാൻസ് ഇരിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.